വാർത്ത. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. കിഫ്കോണിനാണ് നിർമ്മാണം മേൽനോട്ടം. 750 കോടി രൂപയിൽ 2 ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാകും നിർമ്മിക്കുക. പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പുനരധിവാസ പദ്ധതി വിശദീകരിച്ച അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കെ രാജൻ നാളെ വയനാട്ടിലേക്ക് പോകും. അതേസമയം ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ എസ്റ്റേറ്റുകളിൽ സർവേ തുടങ്ങി. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ആർ ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മന്ത്രിസഭായോഗം കൈക്കൊണ്ടിരിക്കുന്നു. അതിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. ആ തരത്തിലേക്ക് എങ്ങനെ പുനരധിവാസ പദ്ധതി നടപ്പാക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനം കൈക്കൊണ്ടത്? അനുജ, 2024 ജൂലൈ 30-നാണ് രാജ്യത്തെ തന്നെ ആകെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത്. ദുരന്തം കഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് ദുരന്തത്തിനിരയായ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സമഗ്ര പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ച് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു രൂപരേഖ ഡിസംബർ 22 തന്നെ മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ രൂപരേഖയ്ക്കാണ് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും ഒപ്പം തന്നെ മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലുമായിട്ടാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നത്. 2 ടൗൺഷിപ്പുകൾക്കുമായി ഏതാണ്ട് 750 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. വീടുകൾ 5 സെന്റ് വസ്തുവിലും ഒപ്പം തന്നെ 10 സെന്റ് വസ്തുവിലും എന്നീ 2 തരത്തിലാണ് 2 പ്രപ്പോസലുകളാണ് ഈ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നത്. അതിൽ ഏത് കാര്യമാണ് സർക്കാർ തിരഞ്ഞെടുത്ത കാര്യം മുഖ്യമന്ത്രി അല്പസമയത്തിനകം വ്യക്തമാക്കും. എന്തായാലും 1000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടാണ് സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. അതും ഉന്നത നിലവാരത്തിലുള്ള നിർമ്മാണ രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണമായിരിക്കും നടത്തുക എന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ആണ് സ്പോൺസർമാരോട് സംസാരിച്ചപ്പോഴും ഈ ഉന്നത ഗുണനിലവാരം ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതികളാണ് സർക്കാർ അവലംബിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2 ടൗൺഷിപ്പുകളുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാകുമ്പോൾ ടെൻഡർ കൂടാതെ വേഗത്തിൽ തന്നെ ഈ പദ്ധതി അവാർഡ് ചെയ്യാൻ കഴിയും. സഹകരണ സ്ഥാപനം ആയതുകൊണ്ട് അവർക്ക് അത്തരത്തിൽ ഇളവുണ്ട്. എന്തായാലും 750 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടൗൺഷിപ്പുകളുടെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകും. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിബന്ധന. ഈ പദ്ധതിയുടെ മേൽനോട്ടത്തിന്റെ ചുമതല കിഫ്കോണിനായിരിക്കും. ഒപ്പം തന്നെ സർക്കാരിന്റെ ഒരു ഭരണ നേതൃത്വത്തിൽ നിന്നും ഒരു മേൽനോട്ടത്തിലുള്ള സംവിധാനം ഉണ്ടാകും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ വീടുകൾ സഹായം വാഗ്ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. ഒപ്പം തന്നെ സഹായം വാഗ്ദാനം ചെയ്ത 50 വീടുകളിലേറെ വാഗ്ദാനം ചെയ്ത മറ്റ് സംഘടനകളും വ്യക്തികളും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അവരോടൊക്കെ ഈ രൂപരേഖയുടെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിർമ്മാണ രീതി എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ച് 15-ാം തീയതിക്ക് ശേഷം കൃത്യമായ വിവരം നൽകാം എന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത്. അനുജ, ഒപ്പം തന്നെ ശ്രീജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത തീരുമാനം വീട് വെച്ച് നൽകാൻ സന്നദ്ധരായ രംഗത്തേക്കെത്തിയ അത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സംഘടനകളുണ്ട്, അവരുമൊക്കെയായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതായിരുന്നല്ലോ. അക്കാര്യത്തിൽ എന്താണ് ഇന്ന് മന്ത്രിസഭായോഗം കൈക്കൊണ്ട തീരുമാനം? അനുജ, ഇന്നത്തെ മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ വീടും മറ്റു സഹായങ്ങളും വാഗ്ദാനം ചെയ്ത സംഘടനകളുമായി ചർച്ച നടത്തിയത്. 50 വീടുകളിലേറെ ഓഫർ ചെയ്തിട്ടുള്ളവരെ പ്രധാന സ്പോൺസറായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി കൽപ്പറ്റ MLA ടി സിദ്ദിഖും പങ്കെടുത്തു. കാരണം കർണാടക സർക്കാരും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും 100 വീതം വീടുകളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ 50 വീടുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരൊക്കെ തന്നെ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സന്നദ്ധരാണെന്ന കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ എന്ത് തരത്തിലുള്ളൊരു പുനരധിവാസ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്ന കാര്യം മുഖ്യമന്ത്രി ഈ ചർച്ചയിലും വിശദീകരിച്ചു. ചർച്ച ഏതാണ്ട് 2 മണിവരെ നീണ്ടുനിന്നു. ഈ ബാക്കിയുള്ള, അതായത് ഇനി പുനരധിവാസ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അതായത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന കാര്യത്തിലുള്ള മറ്റ് വിശദാംശങ്ങൾ ഈ സ്പോൺസർ ചെയ്ത ആളുകളെ അല്ലെങ്കിൽ വാഗ്ദാനവുമായി സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദമായി തന്നെ പറയും മാധ്യമങ്ങൾക്ക് മുന്നിൽ. 3:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തത്സമയം 24-ൽ.